അങ്ങനെ ഞാനും ഉണ്ടാക്കി മക്കളെ കൊച്ചിക്കോയ. അതായത് കൊച്ചിക്കാർക്ക് ഇത് അറിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കോഴിക്കോട്ടുകാരുടെ സ്വന്തം കൊച്ചിക്കോയ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കൊടുത്തത് എൻ്റെ പാവം ഹസ്ബൻഡിനാട്ടോ. അപ്പോൾ അതാ പുള്ളിക്കാരൻ കഴിച്ചു എന്നാണ് പറയണത്. കണ്ടോ, അടിപൊളിയാണെന്നാണ് പറയുന്നത്. അത് വെറും വാക്കല്ല, പറയിപ്പിച്ചതും അല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതുവരെയും തയ്യാറാക്കാത്തവർ ഈ വീഡിയോ കണ്ട് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. അത്രയ്ക്കും രുചിയാണ്. അപ്പോൾ കുറച്ച് അവിൽ എടുത്തിട്ട് ഒരു സ്പൂൺ നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 6 ഞാലിപ്പൂവൻ എടുക്കുന്നുണ്ട് കേട്ടോ. 6ഓ 7ഓ ഉണ്ട്. ഞാലിപ്പൂവനും പൂവനും കൊണ്ടാണ് ഇത് തയ്യാറാക്കാറ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 4 ടീസ്പൂൺ വെല്ലവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി നീരും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ഒരു 4 കുഞ്ഞുള്ളി അത് നന്നായി കട്ട് ചെയ്തതും കൂടി ചേർക്കുക. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂടി തേങ്ങയുടെ പാലായിട്ട് 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഒരുമിച്ച് കൊണ്ടൊഴിക്കരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് കഴിക്കേണ്ട ലെവലെന്ന് പറയാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവലില്ലേ, അത് ലേശം ഒന്ന് കൊട്ടുക. അതിൻ്റെ മുകളിലേക്ക് ഒരു പിഷ്കത്തൂര് വേണ്ട, ഈ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിക്കുക മക്കളെ. സ്വർഗ്ഗം. ഇതുവരെ കഴിക്കാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കുക.